ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ചെറുപയർ മുളപ്പിച്ചിട്ടുള്ളൊരു തോരനാണ്. ഞാൻ ഒരാഴ്ച കൊണ്ട് മുളപ്പിച്ചെടുത്ത ചെറുപയറാണ് ഇന്നിവിടെ തോരൻ വെക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് തണ്ടിനൊക്കെ നല്ല നീളവും വന്ന് 4 ഇലയും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ പയറിന്. അപ്പം കുറച്ച് ഇട്ടിട്ടുള്ളത് ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേരൊന്നും എടുക്കുന്നില്ല. വേരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും. അതുകൊണ്ട് വേരൊന്നും ഇല്ലാതെ തണ്ടും ആ ഇലകളും മാത്രമായിട്ടൊന്ന് വേർതിരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് രണ്ടായിട്ട് ഒന്നും കൂടെ ഒന്ന് ഞുറുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തണ്ടിന് ഭയങ്കര നീളമായത് കാരണം രണ്ടായിട്ട് ഒന്നും കൂടെ ഒന്ന് ഞുറുക്കിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് വെള്ളം തോരാൻ ഒന്ന് മാറ്റി വെക്കണം. കണ്ടില്ലേ, ഇത്രയും ഉണ്ടായിരുന്നു കട്ട് ചെയ്തെടുത്തപ്പം. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് ഞുറുക്കി ഒന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 3 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും പിന്നെ ഒരു പിടി തേങ്ങയും. തേങ്ങ അധികം ആയി പോകരുത്. നമ്മൾ ഇത് ആവിയിൽ വെച്ച് വേവിക്കുമ്പോൾ ഇലയെല്ലാം ഒന്ന് വാടിപ്പോയി കഴിയുമ്പോൾ പിന്നെ ഒന്നും കാണത്തില്ല. അപ്പോൾ തേങ്ങ ഏറെ ഇടുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ ടേസ്റ്റ് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് അധികം തേങ്ങ വേണ്ട. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊണ്ടിട്ട് ഇതൊന്ന് ചതച്ച് എടുക്കുന്നുണ്ട്. അധികം അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്താൽ മതി. പിന്നെ നമ്മൾ അടുപ്പിൽ ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ സാധാരണ തോരൻ വെക്കുന്നത് പോലെ തന്നെ കടുക് പൊട്ടിച്ച് നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് അതിലേക്കൊട്ടൊന്നൊന്ന് ചേർത്ത് കൊടുക്കണം. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോഴേക്കും നമുക്കിവിടുത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പയറിൻ്റെ ആ ഇലയും തണ്ടും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് അതും ഒന്ന് 2-3 മിനിറ്റ്, 3 മിനിറ്റ് ഒന്നും വേണ്ട, 2 മിനിറ്റ് മതി. 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴേക്കും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, പ്രോട്ടീനാണ്. അപ്പം നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷമൊന്നും അടിക്കാത്ത നല്ല ഫുഡ് കഴിക്കാൻ പറ്റും. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ മുടി വളരാനും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ എല്ലാ കറികളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ. അല്ലെങ്കിൽ പിന്നെ വെന്ത് കഴിഞ്ഞ് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്താൽ മതി. നമ്മൾ ഒത്തിരി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലയെല്ലാം വാടിപ്പോയി കഴിയുമ്പോൾ പിന്നെ ഇത് കുറച്ചല്ലേ കാണത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചേ ഉപ്പ് ചേർക്കാവൂ. അങ്ങനെ ഇത്രയും കാര്യമേ ഉള്ളൂ. 2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴേക്കും അടച്ചു വെച്ചൊന്ന് വേവിക്കേണ്ട കാര്യമേ ഇല്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ചൊന്ന് ഇളക്കിയെടുക്കുമ്പോഴേക്കും തോരൻ റെഡിയായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്